മുഖമാണ് പിണറായി വിജയനെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചാരണത്തിന്റെ സമയത്തെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെക്സ് ബോർഡിലോ അല്ലെങ്കിൽ മറ്റ് പ്രചാരണത്തിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ മുഖമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് പ്രൊജക്ട് ചെയ്ത് കാണിച്ചത്. അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി പോയോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിണറായി വിജയന്റെ കേരള സംസ്ഥാനത്തിലെ ഉത്തരവാദിത്വം എന്താണ്? അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ ഒരു പിതൃബിംബം പോലെ അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അതിനു മുമ്പ് 1.5 പതിറ്റാണ്ടിലധികം കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയായ CPIMന്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴും പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിച്ചപ്പോഴും കേരളീയ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത നേടിയിട്ടുണ്ട്, ഒരു അംഗീകാരം നേടിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ഐക്കൺ പോലെ LDFന്റെ പ്രചരണ സംവിധാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വന്നത്. കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ആധാരമാക്കിയാണ് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അത് കേരളത്തിൽ പാർട്ടിയിൽ സംഘടനാ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും പാർട്ടി സഖാക്കൾക്കെതിരായി ജനാധിപത്യ വിരുദ്ധമായ നയങ്ങളും നടപടികളും സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ പൊതുപ്രവർത്തകർക്കെതിരായി ഫാസിസ്റ്റ് മോഡലിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉദാഹരണ സഹിതമാണ് ഞാനതെല്ലാം സംസാരിച്ചിട്ടുള്ളത്, വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനെ ആധാരമാക്കിയായിരിക്കും വിജയൻ ഇന്ന് ഇതേ സംബന്ധിച്ച് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതായിട്ട് അറിഞ്ഞു. സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ. അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. ഞാനൊരു കത്തയച്ചത് പോളിറ്റ് ബ്യൂറോയ്ക്കാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരിവിടെ വരുമ്പോൾ അത് സംബന്ധിച്ച് ഞാൻ അവരുമായി വിശദമായിട്ട് സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള മറുപടി ഞാൻ മനസ്സിലാക്കുന്നതാണ്. അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഞാൻ എൻ്റെ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. TK ഗോവിന്ദനെതിരെ CPM പ്രവർത്തകർ കൂവുന്നതൊക്കെ കണ്ട് അതൊക്കെ ഒരു മോശമായ ഒരു സന്ദേശം അങ്ങനെ കൊടുക്കില്ല? അല്ലെങ്കിൽ നേതാക്കൾ ഇങ്ങനെ വിട്ടുപോയവരെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെയുള്ളൊരു പെരുമാറ്റം? ഒരു സാധാരണ പാർട്ടി അംഗം പാർട്ടി വിട്ടുപോയാലും അത് പാർട്ടിക്കൊരു കുറവാണ്. അത് ഒഴിവാക്കാൻ കഴിയണം. പുതിയ ആളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഒരു സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സീറ്റിലേക്കൊക്കെ എത്താൻ കഴിയും കേരളത്തിൽ എന്നൊരു പ്രതീക്ഷയാണുള്ളത്? 100-ലോ അതിനപ്പുറമോ എത്താൻ കഴിയണം